നീ 2 ദിവസം എവിടെയായിരുന്നടാ? എത്ര തവണ നിന്നെ വിളിച്ചടാ? നിന്റെ ഫോണിന് എന്ത് പറ്റി? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നടാ, അതിന് പോയതാ. ഫോണിന്റെ ചാർജ് തീർന്നു പോയി, ഫോൺ ഓഫായി പോയി. എനിക്കാണെങ്കിൽ ആരെയും നമ്പരും കാണാൻ അറിയത്തില്ല. പെട്ടുപോയി. എന്താ കാര്യം എന്താ? എടാ നമ്മുടെ സന്തോഷം. അവനെ കാണാൻ ഞാനും പോണേ. അതല്ലടാ നമ്മുടെ സന്തോഷ്. എന്താ കാര്യം പറ. നമ്മുടെ സന്തോഷം നമ്മളെ വിട്ടു പോയടാ. കാര്യം എന്താണെന്നറിയില്ല. നമ്മൾ ഒരു വാക്കോലും പറയാതെ അവൻ പോയി കളഞ്ഞടാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു വാക്ക് നമ്മളുടെ പറഞ്ഞുകൂടായിരുന്നടാ. അളിയാ, കടത്തിൻ്റെ കിടന്നാലും വെൽ ഡ്രസ്ഡായിട്ട് കിടക്കും. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു, ജീവിതം എപ്പോഴും കളർഫുൾ ആയിരിക്കണം. പുള്ളിക്ക് അങ്ങനെ പറയാം. പുള്ളിയെ സിനിമയിൽ നിന്ന് ലക്ഷങ്ങളാണ് വരുമാനം ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ പറ്റുമോ? ഡോക്ടറാകാൻ പറ്റുമോ അളിയാ? ഉള്ളവന് ദൈവം വാരി കോരി കൊടുക്കും, ഇല്ലാതെ ഗുണാക്കും. നീ ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വേണം ആദ്യം മാറ്റാൻ. ഉള്ളവൻ ആരും കൊണ്ട് കൊടുത്തതല്ല, അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇന്ന് അവൻ 5 ഉണ്ടാക്കിയെങ്കിൽ നാളെ നമ്മൾ വിചാരിച്ചാൽ 50 ഉണ്ടാക്കാൻ പറ്റും. എന്നും ആ ഒരു വാശിയോട് കൂടി ജീവിതത്തെ നോക്കിക്കണ്ട ഒരിക്കലും നമ്മൾ തോക്കിലളിയ. ഇപ്പം തന്നെ നോക്കും, താഴത്തെ സതീശൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പട്ടിണി കിടന്ന് എത്താലും ആത്മഹത്യ ചെയ്യരുത്. വേറെ മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും പോണ്ട, ദിവസം ഉപദേശം കേട്ടാൽ മതി. നീ ചുമ്മാ അളിയാ, ഒന്നും നടക്കില്ലെന്നറിയാം, എങ്കിലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. അളിയൻ പറഞ്ഞോ? നിനക്കെന്നാടാ അപ്പോൾ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു? അടുത്ത ആഴ്ച ആയിരിക്കും, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. அம்மா யாரும் இல்லையா? ஆரா? மோளோட அம்மையும் அண்ணனும் இல்லையோ? நீங்க தமிழா? ஆமா, தமிழ் தான். மோளுக்கு தமிழ் தெரியுமா? ഞാൻ പെരിയ വിജയ് ഫാൻ, എല്ലാ തമിഴ് പടവും കാണും. അമ്മേ, ദേ ഒരു തമിഴ് മാമ വന്നിരിക്കുന്നു. ആരാ? എന്താ കാര്യം? உங்க மகன் சந்தோஷ் இல்லையா? ഇല്ല, അവൻ ജോലിക്ക് പോയി. அப்படியா? நான் மாரிமுத்து பலிசைக்கு காசு கொடுப்பேன். உங்கள் மகன் கொஞ்சம் பைசா வாங்கியிருக்கிறான். ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, പലിശയില്ല, മുതലുമില്ല. അവൻ്റെ ഫോൺ കേടായിപ്പോയി, പുതിയത് വാങ്ങണമെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും അവൻ വരുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞേക്കാം. ആള് നല്ല പയ്യൻ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ ചൊല്ലിട്ട് പോട്ടുമാ? ഓ ശരി, ഓക്കെ. ഈ പട്ടം നീയാണോ ഉണ്ടാക്കിയ പാറു? എവിടെന്ന്? ഇതാവളെ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. അതേടി, ചേട്ടൻ ഉണ്ടാക്കി തന്നതാ. അതുപോലെ ഒരു ചേട്ടൻ നമുക്കില്ലാണ്ടായിപ്പോയല്ലോ. എന്നിട്ട് അവളെ അമ്മ പറയുന്ന അനിയത്തി ചേട്ടൻ നമ്മളെ എപ്പോഴും അടിയാന്ന്. അടികൂടി ഉടക്കിയാലേ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കടപ്പലഹാരം വാങ്ങിച്ചോണ്ട് വരും. അടിയൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ. ആ ചേട്ടാ എപ്പോ വന്നു? നീ എവിടെ വായി നോക്കാൻ പോയി? വായി നോക്കാനൊന്നുമല്ല, ഞാൻ പട്ടം പറത്താൻ പോയതാ. ചേട്ടാ മൊബൈൽ വാങ്ങിച്ചോ?
ഹായ്. പുതിയതൊന്നുമല്ല, സെക്കൻഡ് ഹാൻഡാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒന്നേന്ന് പഠിച്ചെടുക്കണം. ആ എനിക്കിനി ഗെയിം കളിക്കാമല്ലോ. നീ ആദ്യം പഠിക്ക്, പിന്നീട് ഗെയിം. കുറേ നേരമായല്ലോ ചേട്ടനും അനിയത്തിയും കൂടി. ചേട്ടൻ ഫോൺ വാങ്ങിച്ചു, എനിക്കിനി ഗെയിം കളിക്കാമല്ലോ എന്ന് പറയായിരുന്നു. ഓ ഇനി അതിൻ്റെ കുറവൂടിയേ ഉള്ളൂ. ഡാ നിന്റെ അനിയത്തി ഭയങ്കര ഉഴപ്പാണെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോള് പഠിച്ച് വലിയ ആളാണ്. നീ ഇന്നത് പഠിക്കണം, ഡോക്ടറാണോ എന്നൊന്നും ചേട്ടൻ പറയില്ല. എന്താവണമെന്നുള്ളത് നിന്റെ തീരുമാനമാണ്. പക്ഷേ ലക്ഷ്യം വേണം. അതിനു വേണ്ടി പ്രയത്നിക്കണം. കൂടെ കട്ടയ്ക്ക് ഈ ചേട്ടനും അമ്മയുണ്ടാവും, അല്ലേ അമ്മേ? നിന്റെ ചേട്ടൻ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല പഠിത്തം നിർത്തിയത്. അച്ഛനില്ലാണ്ടായപ്പോൾ പഠിത്തം നിർത്തി കുടുംബം നോക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ എൻ്റെ കുട്ടി. ഓ ഈ അമ്മ പഴംപുരാണം പറഞ്ഞ് സെൻറ്റി അടിപ്പിക്കും. വിഷമിക്കണ്ട അമ്മേ, എല്ലാം വിധിയെന്ന് എഴുതി സമാധാനിച്ചാൽ മതി. അമ്മേ പോയതിന് പകരാവില്ലെന്ന് അറിയാം. എന്നാൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളോട് പറയണം. അപ്പു ചേട്ടാ, എന്താ മോളെ? സന്തോഷ് ചേട്ടൻ മരിക്കുന്നതിന് തൊട്ടും എൻ്റെ ബാഗിൽ വെച്ചിരുന്ന ഇതാരും കാണാതെ അപ്പു ചേട്ടനെ ഏൽപ്പിക്കണമെന്നൊരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. അളിയ അപ്പു, നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരാളെങ്കിലും എൻ്റെ അവസ്ഥ അറിയണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. സാധാ ഫോണിൽ നിന്നും ഒരാഗ്രഹം കൊണ്ടാണ് ആൻഡ്രോയിഡ് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിച്ചത്. ഒരു ദിവസം എനിക്കൊരു ഇമെയിൽ വന്നു. ഏതോ രാജ്യത്ത് യുദ്ധത്തിൽപ്പെട്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ചർച്ചിൽ കഴിയുന്നുവെന്നും ആ കുട്ടിയുടെ പേരിൽ എത്ര ബില്യൺ ഡോളർ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നും ഏജാകാത്തതിനാൽ മറ്റൊരാളുടെ അക്കൗണ്ട് വഴിയേ ആ പണം ഉപയോഗിക്കാൻ കഴിയൂ എന്നും താങ്കൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്നുമായിരുന്നു ആ ഇമെയിൽ. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. തെളിവായി കുറേ ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരുന്നു. എൻ്റെ നമ്പർ ചോദിച്ചു. പിന്നെ എല്ലാം വാട്സപ്പ് വഴിയായിരുന്നു ചാറ്റ്. ഫണ്ട് റിലീസാകുമ്പോൾ ഒരു തുക എനിക്കും തരാമെന്ന് പറഞ്ഞു. അതിനായി എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ കൊടുത്തു. പിന്നീട് ആ നമ്പറിൽ നിന്നും ഒരു വീഡിയോ കോൾ വന്നു. ഞാൻ ആ കോൾ എടുത്തു. ലൈവായിട്ട് ആ പെൺകുട്ടി നഗ്നതാ പ്രദർശനം നടത്തുമായിരുന്നു. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ചേറെ വെയിറ്റ് ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോൾ കട്ടായി. പെട്ടെന്ന് ആ നമ്പറിൽ നിന്നും ഒരു വീഡിയോ അയച്ചിരിക്കുന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നഗ്നതാ വീഡിയോ. ആ വീഡിയോയിൽ ഞാനും ഉണ്ട്. ഷോക്കായിപ്പോയി. അതുപോലെ ധാരാളം വീഡിയോ അയച്ചു. എല്ലാത്തിലും ഞാനും ഉണ്ട്. പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസ കട്ടായി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അവർ വീണ്ടും എന്നോട് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു. ഭീഷണി, വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാരറിഞ്ഞാൽ, എൻ്റെ അമ്മ അറിഞ്ഞാൽ, എൻ്റെ പെങ്ങളറിഞ്ഞാൽ വയ്യടാ എനിക്ക്. അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഫോൺ ഞാൻ കത്തിച്ചു. നഗ്നതാ പ്രദർശനം നടത്തിയാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് ആരും അറിയരുത്, പ്രത്യേകിച്ചും എൻ്റെ അമ്മ. ഇത് നീ വായിച്ചു കഴിയുമ്പോൾ ഡയറി കത്തിച്ചു കളയണം. ഇത് മറ്റൊരാൾ അറിയരുത്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അടുത്ത ജന്മമെങ്കിലും എൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചാൽ മതി. അളെ ആ പട്ടിണി കിടന്ന് ചത്താലും ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ നീ തന്നെ ഇത് ചെയ്തല്ലോ. നിന്റെ വാക്ക് ഞാൻ പാലിക്കും.